ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനുഷ്യന്റെ 4 അന്ത്യങ്ങളിൽ പ്രധാനിയാണ് വിധി. മരണം കഴിഞ്ഞാൽ ഈ വിധിയിലൂടെ എല്ലാ മനുഷ്യരും കടന്നു പോകണം. നാം സ്വർഗത്തിലാണോ നരകത്തിലാണോ എത്തുക എന്ന് തീരുമാനിക്കുന്നത് ഈ വിധിയാണ്. വിധി 2 തരമുണ്ട്: തനതു വിധിയും അന്ത്യവിധിയും. ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ ഉടൻ തന്നെ തന്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനുമനുസൃതമായി പ്രതിഫലം സ്വീകരിക്കുമെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1021 ഖണ്ഡികയിൽ പറയുന്നു. ഇതാണ് തനതു വിധി. ഇനി 1038 ഖണ്ഡികയിൽ അന്ത്യവിധിയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും കബറിടങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന മണിക്കൂറാണത്. എന്താണ് അന്ത്യവിധിയിൽ സംഭവിക്കുക? മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധത്തിന്റെ സത്യാവസ്ഥ ആ ദൈവത്തിന്റെ മുമ്പിൽ തന്നെ വെളിവാക്കപ്പെടും. ഒപ്പം മനുഷ്യൻ തന്റെ ഭൗതിക ജീവിതത്തിൽ ചെയ്തതും ഉപേക്ഷിച്ചതുമായ നന്മകൾ അതിന്റെ തീവ്രമായ അനന്തരഫലങ്ങളോടൊപ്പം വെളിവാക്കപ്പെടും. ഇവ 1039 ഖണ്ഡികയിൽ വ്യക്തമാക്കുന്നു. നമുക്കേവർക്കും അറിയാവുന്നത് പോലെ 2ാം വരവിന്റെ നിമിഷം നിശ്ചയിക്കുന്നത് പിതാവായ ദൈവം മാത്രമാണ്. പിതാവ് യേശുവിലൂടെയാണ് അന്ത്യവിധി നടത്തുക. ദൈവത്തിന്റെ മുഴുവൻ സൃഷ്ടിയുടെയും രക്ഷാകര പദ്ധതിയുടെയും പരമമായ അർത്ഥവും ദൈവത്തിന് ഓരോ വസ്തുവിന്റെ മേലും ഉണ്ടായിരുന്ന പരിപാലനയും ആ നിമിഷത്തിൽ എല്ലാവർക്കും മനസ്സിലാകും. ദൈവസ്നേഹം മരണത്തേക്കാൾ പ്രബലമാണെന്നും ദൈവത്തിന്റെ നീതി എല്ലാ അനീതികളെയും കീഴ്പ്പെടുത്തുന്നുവെന്നും 1040 ഖണ്ഡികയിൽ ചൂണ്ടിക്കാട്ടുന്നു. നമുക്കൊന്ന് ചിന്തിക്കാം, അന്ത്യവിധിയിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ദൈവത്തെ കണ്ട് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അതിനായി നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തെയൊക്കെ ഒന്ന് തിരുത്തി കുറിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.